അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ കുഴപ്പമില്ലാതിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. പിന്നെ ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നല്ല, മറ്റേ നജീനെ പറ്റിയിട്ട്. അവൾ ഫോൺ വിളിച്ചും വരും പോവുകയൊക്കെ ചെയ്യണതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ തെറ്റിദ്ധാരണ വെച്ച് കുറേ പേര് ഫോൺ വിളിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ തെറ്റിദ്ധാരണ ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചെങ്കിൽ നമ്മൾക്കറിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളത് പുറത്ത് പറഞ്ഞ് ഇതാക്കിക്കൊണ്ടല്ല. അവൾക്ക് വിഷമം വരുമ്പോൾ അവൾ വിഷമം നമ്മളടുത്തൊക്കെയാണ് വിളിച്ച് പറയാം. അപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലും പോയി അവളെ ടെൻഷനൊന്ന് തീർക്കാൻ വേണ്ടി അവൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളെ വീട്ടിലിരിക്കാം, സ്വൈരമില്ല, സമാധാനം സ്വൈരമില്ലെങ്കിൽ എന്തായിരിക്കും പറയുക, എവിടെയെങ്കിലും പോയി ഒന്ന് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ളൊരു വാക്ക് അങ്ങനെ വന്നപ്പോൾ എവിടെയെങ്കിലും പോയി ഒന്ന് ചത്താൽ മതിയായിരുന്നു, ഒരു സമാധാനമില്ല ജീവിക്കാൻ, എന്താണ് ഞാൻ ചെയ്യുക, എൻ്റെ മക്കളെ വളർത്തണ്ടേ, എനിക്കൊരു സ്വൈരം തരുന്നില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്തതാണ്. കാരണം പെട്ടെന്ന് എവിടെയെങ്കിലും പോയി കളയോ, ആരോടെങ്കിലും പറയാതെ പോവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അതായത് പറഞ്ഞല്ലോ, കഴിയാത്ത വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കൂല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശയം എൻ്റെ മനസ്സിലേക്ക് ഒരു പേടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ അവളെ ഓടിപ്പോകുകയെന്ന് വെച്ചിട്ടോ ചാടിപ്പോകുകയെന്ന് വെച്ചിട്ടോ ഒന്നുമല്ല. അവൾ പോകുകയാണെങ്കിൽ ഇതിന് മുമ്പ് പോവേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ 3 മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ മക്കളെ അവൾ തന്നെയല്ലേ നോക്കിക്കൊണ്ടുവരുന്നത്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആരും ഇല്ല എന്ന് പറഞ്ഞാലും അവൾ തന്നെയാണ് ആ കുട്ടികൾക്ക് വാപ്പയും ഉമ്മയും ആയിട്ട് അവൾ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോയിൽ അന്ന് ചെയ്ത് 11 മണിക്ക് അപ്ലോഡ് ചെയ്തത് 1 മണി ആയപ്പോഴത്തേനും, 1 മണി ആയില്ല, 12:45 ആയപ്പോഴത്തേനും എനിക്ക് കോള് വന്നു. അങ്ങോട്ട് 2 കോള് ചെന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എത്രത്തോളം മനുഷ്യന്മാർ അവളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതിൽ കുറേ നല്ല ആൾക്കാരുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ആരും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയൊന്നും വെച്ചല്ല ഞാൻ ആ വീഡിയോ ചെയ്തതും പറഞ്ഞതും. കാരണം വിഷമം ഒരുപാട് പറഞ്ഞു, ഇങ്ങനെയല്ല ടോർച്ചറിങ് താങ്ങുന്നില്ല എന്ന്. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് ചത്ത് കളഞ്ഞാൽ മതിയായിരുന്നു, അത്രയ്ക്കും ടെൻഷനാണ് എനിക്കെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം ഇവിടെ ഡോക്ടറുണ്ട്, നമുക്ക് പോയി കാണാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇനിയും വന്നാൽ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിരിക്കണം, കൊണ്ടുപോകണം, കാണിക്കണം എന്നൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവൾക്ക് നെരിജിലാക്ക് വേണ്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞ് തോൽപ്പിച്ചാലും നമ്മൾ തോൽക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു വിചാരിക്കണം. കാരണം ഞാൻ ജയിച്ചു എന്ന് കണക്കാണെങ്കിൽ അള്ളാഹു ജയിപ്പിക്കണം, അള്ളാഹു തോൽപ്പിക്കണം. അല്ലാതെ നമ്മൾ തോൽക്കുകയുമില്ല, നമ്മൾ ജയിക്കുകയുമില്ല. ജയിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്, തോൽക്കുന്നുണ്ടെങ്കിൽ അതും താൽക്കാലികമാണ്. ഈ തോൽവിയിൽ നിന്നെല്ലാം നമ്മൾക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ജയങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അറിവ് മാത്രം പോരാ മക്കളെ, തിരിച്ചറിവും കൂടെ വേണം. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണാനുള്ള ശക്തി വേണം. കണ്ണുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോയിട്ട് അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ആ കണ്ണുകൊണ്ട് കണ്ടത് തിരിച്ചറിയാനുള്ളൊരു കഴിവും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് വലിയ അറിവും വിവരമൊന്നും ഉണ്ടായിട്ട് ഞാൻ പറയുകയല്ല. ഉള്ള അറിവ് വെച്ചിട്ട്, എൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ട്, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ജോലി ചെയ്തതിൻ്റെ അനുഭവം വെച്ചിട്ട്, ഒരുപാട് ജനങ്ങളായിട്ട് ഇടപെട്ടതിൻ്റെ അനുഭവം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാൻ പലതും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോഴാണ് കുറച്ച് കാലങ്ങളായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേത് സോഷ്യൽ വർക്ക് ആയിട്ട് ഒരു വാർഡിൽ, ഞങ്ങളെ വാർഡിൽ 438 വീടുണ്ടായിരുന്നു. ഈ 438 വീട്ടിലും ഒരു മാസം ഞങ്ങൾ പോകേണ്ടതുണ്ടായിരുന്നു. ഈ 438 വീട്ടിലും എത്ര ആളുകളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ അവസ്ഥ എന്ത്, അവരുടെ മാനസികാവസ്ഥ എന്ത്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം ഞങ്ങൾ എടുക്കണം. ആ മനുഷ്യന്മാരെല്ലാം ഞങ്ങൾ പോയി സന്ദർശിക്കണം, അതെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ കുറേ വർഷങ്ങളോളം പ്രവർത്തിച്ച പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ മതപരമായോ അല്ലാത്തതായോ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല, പ്രവൃത്തി പരിചയം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
എനിക്ക് പുറത്തു തരിക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് മരിക്കണം മക്കളെ. ഞാൻ എല്ലാ സമയത്തും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള കാര്യമാണ്. കാരണം ഇന്നാണോ നാളെയാണോ എന്നറിയില്ല. എന്നെ തൊട്ട് എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഇത്. ഞാനിപ്പോൾ എല്ലാ ആരോഗ്യവതിയായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒന്ന് തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ മേലോട്ട് എടുക്കുന്ന ശ്വാസം അത് രണ്ടാം പ്രാവശ്യം താഴോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സെക്കൻഡിൽ തീർന്നു പോകുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതം. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ ആരെയും പഴിചാരാനോ കുറ്റം പറയാനോ തമ്മിലടിക്കാനോ ചെളിവാരിത്തേക്കാനോ ഞാൻ തയ്യാറില്ല. ആരോടാണെങ്കിലും, എൻ്റെ ശത്രുവിനോടാണെങ്കിൽ പോലും. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അകലെ ഇരിക്കുന്ന ബന്ധുവിനേക്കാൾ നല്ലതാണ് അടുത്തിരിക്കുന്ന ശത്രുവെന്ന്. അങ്ങനെ ആ സ്വഭാവത്തിലാണ് ഞാൻ ജീവിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, അനുഭവം വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമ്മൾക്കെല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്ന അത്ര പേർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്നും പറയുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മളെ യുദ്ധത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണ്. അതെല്ലാവരും കാണുക. നമുക്കറിയാവുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും അസ്സലാമു അലൈക്കും. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.